വേണുചേട്ടനും ബാലുചേട്ടനും രണ്ടുപേരും. അതിലൊരാൾ അധിക വർഷമായില്ല പോയിട്ട്. അപ്പോൾ ഒരാൾ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിനെയും കൂടെ രണ്ടാമത്തെ ആളിൽ കണ്ടിരുന്നു. അങ്ങനെയായിരുന്നു. വേണുചേട്ടൻ പോയപ്പോൾ ഞാൻ ബാൾട്ടനിലാണ് ഞാൻ കണ്ടിരുന്നത്. രണ്ടാമത്തെ ആളും കൂടെ വിട്ടുപോയപ്പോൾ ഞാൻ അമ്മയെ സമാധാനിപ്പിക്കും. തമാശയ്ക്കാണെങ്കിൽ അമ്മോട് ഒരു അമ്മ നമ്മളെല്ലാം ക്യൂലാണ്, നമ്മളെല്ലാം ക്യൂലാണ്, നമ്മളെല്ലാവരും പോവും. ആദ്യം എത്തിയത് ഫസ്റ്റ് പോയിട്ട് സീറ്റ് പിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, അത് ഞാൻ എന്നെ ഈ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, എന്നിലൂടെ എൻ്റെ ചേട്ടൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും ഓരോ, അമ്മയ്ക്കൊരു വേർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ വേർഷൻ ആയിരിക്കാം. ഞാൻ എന്നെ സമാധാനിപ്പിക്കുന്ന എന്നിലൂടെ എൻ്റെ ചേട്ടന്മാർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ടുപേരും കൂടെ ഒരാളായിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത് വർഷങ്ങളോളം. അതുകൊണ്ട് ബാൾട്ടൻ ഇസ് ഈക്വൽസ്, രണ്ടുപേരും വേണുചേട്ടൻ ബാൾട്ടൻ ഇസ് വൺ. എൻ്റെ ഡി പി, രജനീഷിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ രജനീഷ് മനസ്സിലാവും, എൻ്റെ ഡി പി എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദർ പോയ അന്നിട്ടതാണ് ഞാനത്. ഇന്നും എൻ്റെ ബ്രദറാണ് എൻ്റെ ഡി പി. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് ആ ബ്രദർ എൻ്റെ ബാൾട്ടൻ വേണുചേട്ടനും ബാൾട്ടനും എൻ്റെ ഫോണിൻ്റെ എന്തെങ്കിലും ഒരു വാട്സപ്പ് പോയാൽ അത് അവർ അയക്കുന്ന ഒരു ഫീലായിരിക്കണം. അങ്ങനെയാണ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും. അതിൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ അമ്മ എൻ്റെ ചേട്ടൻ യൂസ് ചെയ്തിരുന്ന നമ്പർ അമ്മയാണ് യൂസ് ചെയ്യുന്നത്. ആ ഫോണിൽ ഞാൻ ബാൾട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ കോൾ ഇപ്പോഴും ബാൾട്ടൻ എന്നാണ് വരിക. അമ്മ ഈസ് കോളിങ് മീ, ബാൾട്ടനാണ് കോൾ ചെയ്യുന്നത്. സോ ഓരോ സെക്കൻഡിലും എൻ്റെ മക്കൾ, അമ്മ പീലു എന്നാണ് വിളിക്കുക എൻ്റെ മക്കൾ, അമ്മ പീലു ഈസ് കോളിങ് യു. സോ എൻ്റെ ചേട്ടൻ എന്നിലൂടെ ഓരോ നിമിഷവും ജീവിക്കുന്നു. പോയി എന്നല്ല, ഞാനിപ്പോഴും ഇവിടെയുണ്ട്. ഈ വീടിന് എൻ്റെ ചേട്ടൻ്റെ പേരാണ്. ഈ വീട് ചേട്ടൻ പോയ ശേഷമാണ് ഈ വീട് ഹൗസ് വാമിങ്. ഈ വീടിന് ബാലഗോകുലം, ബാലുവിൻ്റെ വീട് ബാലഗോകുലം. സോ അങ്ങനെ ഓരോ എല്ലായിടത്തും ദേ ആർ ലിവിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവരെവിടെയും പോയിട്ടില്ല, എൻ്റെ കൂടെയാണ്. അത് ഞാൻ എന്നെ സ്വയം സമാധാനിപ്പിക്കുന്നത്, എന്നെ സ്വയം സാറ്റിസ്ഫൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യം, അത്രേ ഉള്ളൂ.